1995 ജൂലൈ മാസത്തിൽ അമേരിക്കയിലെ ഫ്ലോറിഡയിൽ ഒരു കൊലപാതകം നടക്കുന്നു. 28 വയസ്സുള്ള റെസ്റ്റോറന്റ് ജീവനക്കാരി ഡെന്നീസ് ഒ'നീലാണ് കൊല ചെയ്യപ്പെട്ടത്. ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതായ ഡെന്നീസിന്റെ മൃതദേഹം പിന്നീട് ഒരു കനാലിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. അതിക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയാക്കിയതിനു ശേഷം അവളെ ആരോ കഴുത്തിഞ്ഞൊരിച്ച് കൊലപ്പെടുത്തി ഡെഡ് ബോഡി കനാലിൽ തള്ളുകയായിരുന്നു. പിന്നീട് ഡെഡ് ബോഡിയിൽ നിന്നും ലഭിച്ച ചില ഫോറൻസിക് എവിഡൻസുകളാണ് കൊലയാളിയിലേക്കുള്ള സൂചനകൾ നൽകിയത്. എന്തായിരുന്നു ഡെന്നീസ് ഒ'നീലിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അവളെ ആരാണ് ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത്? കില്ലറിനെ പോലീസ് കണ്ടെത്തിയത് എങ്ങനെയാണ്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ജീവിതത്തെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന, നിരവധി യാത്രകൾ നടത്തി ലൈഫ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന സ്ത്രീയായിരുന്നു ഡെന്നീസ്. എങ്കിലും അവളുടെ ജീവിതം ഒരു ദുരന്തത്തിൽ അവസാനിക്കുകയായിരുന്നു. ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിൽ ഒരു അപ്പാർട്ട്മെന്റ് റെന്റിനെടുത്ത് അതിൽ തനിച്ചായിരുന്നു ഡെന്നീസിന്റെ താമസം. വെസ്റ്റ് പാം ബീച്ചിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറന്റിൽ വെയിട്രസ് ആയിട്ടായിരുന്നു അവൾ ജോലി ചെയ്തു വന്നിരുന്നത്. കഴിഞ്ഞ 2.5 വർഷമായി ആ റെസ്റ്റോറന്റിൽ ജോലി ചെയ്തു വന്നിരുന്ന ഡെന്നീസിന് റെസ്റ്റോറന്റ് ബിസിനസിനെ കുറിച്ച് A to Z കാര്യങ്ങൾ അറിയാമായിരുന്നു. അതിനാൽ ഒരു വെയിട്രസ് എന്നതിലുപരി ഒരു മാനേജറിന്റെ ജോലികൾ വരെ അവൾ ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു. സ്വാഭാവികമായും ഡെന്നീസ് അവധിയെടുക്കുന്ന ദിവസങ്ങളിൽ റെസ്റ്റോറന്റിന്റെ പ്രവർത്തനം താളം തെറ്റുമായിരുന്നു. 1995 ജൂലൈ മാസത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. ജൂലൈ 13 വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ ഡെന്നീസ് അടുത്ത ദിവസം ജോലിക്കെത്തിയില്ല. റെസ്റ്റോറന്റ് ഓണർ അവളുടെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചു നോക്കിയെങ്കിലും ആരും കോൾ അറ്റൻഡ് ചെയ്തില്ല. ഡെന്നീസ് ചിലപ്പോൾ അവളുടെ പേരൻസിനെ കാണാൻ പോയിട്ടുണ്ടാവുമെന്ന് ചിന്തിച്ച് അദ്ദേഹം അന്നതത്ര കാര്യമാക്കിയെടുത്തില്ല. ജൂലൈ 15 അവൾ ജോലിക്കെത്താതിരിക്കുകയും അവധിയാണെന്നുള്ള കാര്യം വിളിച്ചറിയിക്കാതിരിക്കുകയും ചെയ്തതോടെ അദ്ദേഹത്തിന് അപകടം മണത്തു. കാരണം യാത്രകൾക്കും മറ്റുമായി ഡെന്നീസ് ധാരാളം അവധിയെടുക്കുമായിരുന്നുവെങ്കിലും കഴിഞ്ഞ 2.5 വർഷത്തിൽ ഒരിക്കൽ പോലും അവൾ പറയാതെ അവധിയെടുത്തിട്ടില്ല. അവധിയെടുക്കുമ്പോൾ പോലും റെസ്റ്റോറന്റിന്റെ പ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിൽ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തതിനു ശേഷം മാത്രമേ അവൾ പോവാറുള്ളൂ. ഇതിപ്പോൾ ഒന്ന് ഇൻഫോം പോലും ചെയ്യാതെയാണ് ഡെന്നീസ് 2 ദിവസം അവധിയെടുത്തിരിക്കുന്നത്. അവൾക്കെന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ റെസ്റ്റോറന്റ് ഓണർ വെസ്റ്റ് പാം ബീച്ച് പോലീസിനെ വിളിച്ച് ഡെന്നീസിന്റെ അപ്പാർട്ട്മെന്റിൽ ഒരു വെൽഫെയർ ചെക്ക് നടത്താൻ റിക്വസ്റ്റ് ചെയ്തു. ഉടനടി 2 പോലീസുകാർ അവളുടെ അപ്പാർട്ട്മെന്റിലെത്തി പരിശോധന നടത്തി. ഡോർ ലോക്ക് ചെയ്യാതെ കിടന്നിരുന്നതിനാൽ അകത്ത് കയറി പരിശോധിക്കാൻ കഴിഞ്ഞു. പക്ഷേ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീടിനകം മുഴുവൻ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഒരു ബലപ്രയോഗം നടന്നതിന്റെയോ മറ്റോ ഒരു ലക്ഷണവുമില്ല. പക്ഷേ ഡെന്നീസിന്റെ ഫോൺ ആൻസറിംഗ് മെഷീൻ പരിശോധിച്ചതിൽ നിന്നും ഒരു സൂചന ലഭിച്ചു. അതായത് കഴിഞ്ഞ 2 ദിവസമായി അവളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നും അസാധാരണമായ ചിലവ് വരുന്നതായി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ക്രെഡിറ്റ് കാർഡ് കമ്പനിയിൽ നിന്നുമുള്ള മെസ്സേജ് ആയിരുന്നു അത്. ഡെന്നീസിന്റെ കാറും ആ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നില്ല. ഇതോടെ ഡെന്നീസ് തന്റെ കാറും എടുത്ത് ആരെയും അറിയിക്കാതെ വല്ല ദൂരയാത്രയും പോയിട്ടുണ്ടാവുമെന്നും ക്രെഡിറ്റ് കാർഡിൽ നിന്നുമുള്ള ചിലവുകൾ അതിന്റെ തെളിവാണ് എന്നുമുള്ള രീതിയിൽ പോലീസ് ചിന്തിച്ചു. എന്നാൽ അന്ന് ഉച്ചയോടെ അതേ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ ഓപ്പോസിറ്റുള്ള പാർക്കിംഗ് പ്ലേസിൽ നിന്നും ഡെന്നീസിന്റെ കാർ കണ്ടെത്തിയതോടെ പോലീസുകാരുടെ നിഗമനം തെറ്റാണെന്ന് വ്യക്തമായി. പോലീസ് ആ കാർ വിശദമായി പരിശോധിച്ചു. തെളിവുകളുടെ ഒരു കൂമ്പാരമായിരുന്നു ആ കാറിനകം മുഴുവൻ. ഡെന്നീസ് ആക്രമിക്കപ്പെടുകയോ കടത്തപ്പെടുകയോ ചെയ്തതിന്റെ തെളിവുകൾ. ആ കാറിൽ 1-ലധികം പേർ കയറിയതിന്റെ ലക്ഷണങ്ങളുണ്ട്. ഡെന്നീസിന്റെ പിങ്ക് കളർ ജാക്കറ്റ് പിൻസീറ്റിൽ കിടക്കുന്നു. ഡ്രൈവിംഗ് സീറ്റിനടിയിലായി ഒരു സിഗരറ്റ് കുറ്റി കാണാം. ഡെന്നീസ് സ്മോക്ക് ചെയ്യുന്ന സ്ത്രീയല്ല. ഫ്ലോറിൽ 2 സോഡ ബോട്ടിൽസ് കിടക്കുന്നുണ്ട്. ഒപ്പം ധാരാളം മണലും. വെസ്റ്റ് പാം ബീച്ചിന്റെ പരിസരങ്ങളിലുള്ള വാഹനങ്ങളിൽ മണൽ കാണപ്പെടുന്നത് സാധാരണമാണെങ്കിലും അത് ബീച്ച് മണലായിരുന്നില്ല എന്നുള്ളത് ദുരൂഹത വർദ്ധിപ്പിച്ചു. കാർ എടുക്കാതെ വീടിന്റെ ഡോറ് പോലും പൂട്ടാതെ ഡെന്നീസ് 2 ദിവസമായി എങ്ങോട്ടോ പോയി എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവളെ ആരോ അപായപ്പെടുത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ഇതോടെ ഡെന്നീസിന്റെ കാർ പോലീസ് വിശദമായ ഫോറൻസിക് പരിശോധനകൾക്ക് വിധേയമാക്കി. ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ കാറിനകത്തും പുറത്തു നിന്നുമായി ഏകദേശം 20-ലധികം ഫോറിൻ ഫിംഗർ പ്രിന്റ്സ് ആണ് കണ്ടെത്താൻ കഴിഞ്ഞത്.
ഡെനീസിന് കൂടാതെ മറ്റു 3ഓളം പേരുടെ ഫിംഗർ പ്രിന്റ്സ് അതിലുണ്ടായിരുന്നു. ഇതൊരു പക്ഷേ ഡെനീസിനെ അറ്റാക്ക് ചെയ്തവരുടെ പ്രിന്റുകളായിരിക്കാം. ജൂലൈ 15 ഉച്ചയ്ക്ക് 2:30 ഡെനീസ് അടുത്തുള്ള ഒരു സ്റ്റോറിൽ നിന്നും സ്ത്രീകൾ ധരിക്കുന്ന ഒരു ജോഡി ഷൂസ് വാങ്ങിയിട്ടുള്ളതായി ക്രെഡിറ്റ് കാർഡ് രേഖകളിൽ നിന്നും വ്യക്തമാണ്. ഈവനിംഗ് 5:30 റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് ഹാജരാവേണ്ടിയിരുന്ന ഡെനീസ് അന്ന് ജോലിക്കെത്തിയില്ല. അങ്ങനെയാണെങ്കിൽ ആ 3 മണിക്കൂറിനിടയിലായിരിക്കണം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഡെനീസ് താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ മറ്റു താമസക്കാരിൽ ആരും അന്ന് അൺയൂഷ്വലായി ഒന്നും കണ്ടിട്ടില്ല. ഒരു ശബ്ദം പോലും തങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കെ ഡെനീസിനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവളുടെ കൊളീഗ്സും ഫാമിലി മെമ്പേഴ്സുമെല്ലാം. പക്ഷേ അന്ന് അമേരിക്കൻ എമർജൻസി നമ്പറിലേക്ക് വന്ന ഒരു ഫോൺ കോൾ അവരുടെ പ്രതീക്ഷകളെയെല്ലാം തകർത്തു കളഞ്ഞു. ഞങ്ങളുടെ വീടിനടുത്തുള്ള കനാലിൽ ഒരു മൃതദേഹം കിടക്കുന്നു എന്നായിരുന്നു വിളിച്ച വ്യക്തി പറഞ്ഞത്. ഉടനടി പോലീസ് ആ സ്ഥലത്തെത്തി. വലിയൊരു പിങ്ക് കളർ ഷീറ്റിൽ പൊതിഞ്ഞ നിലയിലുള്ള മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചപ്പോൾ അതൊരു സ്ത്രീയുടെ ഡെഡ് ബോഡിയാണെന്ന് വ്യക്തമായി. കൂടുതൽ പരിശോധനകളിൽ നിന്നും അഴുകി തുടങ്ങിയ ആ മൃതദേഹം ഡെനീസ് ഓ'നീലിൻ്റെയാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. മരണകാരണം ശ്വാസം മുട്ടലാണെന്നും ലൈംഗിക പീഡനത്തിന് ശേഷം അവളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണ് എന്നും മെഡിക്കൽ എക്സാമിനർ കണ്ടെത്തി. ഡെനീസിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത ബീജ സാമ്പിളുകളിൽ നിന്നും ഫോറൻസിക് ടീം ഒരു പുരുഷ DNA ഡെവലപ്പ് ചെയ്തെടുത്തത് കേസിൽ നിർണായകമായി. പോലീസ് ഡെഡ് ബോഡി കണ്ടെത്തുമ്പോൾ ഇരയുടെ കൈകാലുകൾ ഷൂലേസ് കൊണ്ടും ബെൽറ്റ് കൊണ്ടും ബന്ധിച്ച നിലയിലായിരുന്നു. അതിൽ തന്നെ ഡെനീസിന്റെ ശരീരം ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞതിനു ശേഷം അത് കെട്ടാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രിക് വയറുകൾ കണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ അമ്പരന്നു. ഒരു പ്രത്യേക ഷേപ്പിലുള്ള 2 കല്ലുകൾ, അതിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നതിനു വേണ്ടിയാണ് ആ ഇലക്ട്രിക് വയറുകൾ കൊടുത്തിരിക്കുന്നത്. ആ കല്ലുകളോടെയുള്ള വയർ കൊണ്ടാണ് ഡെനീസിന്റെ മൃതദേഹം ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞു കെട്ടിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വസ്തുവായിരുന്നു അത്. അതേക്കുറിച്ച് അവർ വിശദമായ ഗവേഷണം നടത്തിയപ്പോഴാണ് ശീതരക്തമുള്ള ഉരകങ്ങളെ വളർത്തുന്നവർ ഉപയോഗിക്കുന്ന ഹീറ്റ് റോക്സ് ആണ് അത് എന്ന് മനസ്സിലായത്. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ വീടുകളിൽ പാമ്പുകളെ പെറ്റ് അനിമൽസായി വളർത്തുന്നവരുണ്ട്. പാമ്പുകൾ ശീതരക്തമുള്ള ജീവികളായതുകൊണ്ട് തന്നെ അവയ്ക്ക് കൃത്രിമമായി ചൂട് നൽകേണ്ടി വരും. അതിനായി ഉപയോഗിക്കുന്ന കൃത്രിമ കല്ലുകളാണ് ഹീറ്റ് റോക്സ്. ഇലക്ട്രിക് വയറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഹീറ്റ് റോക്സിനകത്ത് ഒരു കോയിൽ ഉണ്ടാവും. കറണ്ട് പാസ്സാവുമ്പോൾ ആ കോയിൽ ചൂടാവും. പെറ്റ് അനിമൽസായ പാമ്പുകൾ ആ കല്ലിൽ ചുരുണ്ടുകൂടി കിടന്ന് ചൂടുകായും. ഇതാണ് ഹീറ്റ് റോക്സ് കൊണ്ടുള്ള ഉപയോഗം. ഡെനീസ് ആണെങ്കിൽ യാതൊരു പെറ്റ്സിനെയും വളർത്തിയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡെഡ് ബോഡി കെട്ടാൻ ഉപയോഗിച്ച ഹീറ്റ് റോക്സും ആ ഇലക്ട്രിക് വയറും കില്ലറിന്റെ വീട്ടിലുള്ളതായിരിക്കണം. അതായത് കില്ലറിന്റെ വീട്ടിൽ പെറ്റ്സായി പാമ്പുകളെ വളർത്തുന്നുണ്ട് എന്ന് ചുരുക്കം. ഡെഡ് ബോഡി പൊതിയാൻ ഉപയോഗിച്ച ഷീറ്റിൽ നിന്നും ബ്ലാക്ക് കളറിൽ കുറച്ച് രോമങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇത് പിന്നീട് ഒരു നായയുടെ രോമമാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. ഇതോടെ കില്ലർ ബ്ലാക്ക് കളറിലുള്ള ഒരു നായയെയും പെറ്റായി പാമ്പിനെയും വളർത്തുന്നുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നു. ഡെഡ് ബോഡിയിൽ നിന്നും കണ്ടെത്തിയ ഷൂലേസും ബെൽറ്റുമാണ് കില്ലറിനെതിരെയുള്ള മറ്റു പ്രധാനപ്പെട്ട തെളിവുകൾ. അതുപോലെ ഡെനീസിന്റെ കാറിൽ നിന്നും കണ്ടെത്തിയ മണൽ ഡെഡ് ബോഡി കണ്ടെത്തിയ കനാലിനരികിലുള്ള മണലുമായി മാച്ചായി. അതിനർത്ഥം കൊലപാതകത്തിന് ശേഷം ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാനായി ഉപയോഗിച്ചിരിക്കുന്നത് ഡെനീസിന്റെ കാറ് തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഡെനീസിനെ മുൻപരിചയമുള്ള അവളുടെ താമസ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ഒരാളായിരിക്കണം കില്ലർ. ഒരുപക്ഷെ അതേ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ മറ്റൊരു താമസക്കാരൻ. ഡെനീസിനെ കാണാതായ ദിവസം ഉച്ചയ്ക്ക് 2:30 5:30 ഇടയിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. ഈ ടൈം പീരീഡിനുള്ളിൽ ഡെനീസിന്റെ ATM കാർഡ് ഉപയോഗിച്ച് $700 പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. ഡെനീസിൽ നിന്നും ബലമായി പിൻ നമ്പർ കരസ്ഥമാക്കിയതിനു ശേഷം കില്ലർ ആയിരിക്കണം ആ തുക പിൻവലിച്ചിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ ATMലെ നിരീക്ഷണ ക്യാമറ പ്രവർത്തനരഹിതമായിരുന്നതിനാൽ പണം പിൻവലിച്ച വ്യക്തിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കില്ലർ തങ്ങളുടെ മൂക്കിനു താഴെ തന്നെയുണ്ട് എന്നും ഏത് നിമിഷവും അയാൾ പിടിക്കപ്പെടുമെന്നും അന്വേഷണ സംഘം ചിന്തിച്ചിരിക്കുമ്പോഴാണ് പ്രാദേശിക വാർത്താ ചാനലുകളിൽ വന്നുകൊണ്ടിരുന്ന വാർത്തകൾ അവർ ശ്രദ്ധിക്കാനിടയായത്. ആ വാർത്തകളിൽ ഡെനീസിന്റെ അയൽക്കാരിലൊരാൾ അവളുടെ തിരോധാനത്തെക്കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കുന്നു. ലൂയിസ് കാബല്ലാറോ എന്ന ഡെനീസിന്റെ അയൽവാസിയായിരുന്നു ആ വ്യക്തി.
738 നമ്പർ അപ്പാർട്ട്മെന്റിലായിരുന്നു ഡെനീസ് താമസിച്ചിരുന്നതെങ്കിൽ അതിന് നേർ എതിർവശത്തായി 737 നമ്പർ അപ്പാർട്ട്മെന്റിലായിരുന്നു 21 വയസ്സുകാരനായ ലൂയിസിന്റെ താമസം. വിവിധ ചാനലുകളിൽ അവൻ മാറി മാറി പ്രത്യക്ഷപ്പെടുന്നത് അന്വേഷണ സംഘത്തിന് ശരിക്കും വിചിത്രമായി തോന്നി. ഡെന്നീസിന്റെ മൃതദേഹം കണ്ടെത്തുന്നതിന് മുൻപ് ലൂയിസ് മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ വിചിത്രമായ ഒരു പരാമർശം നടത്തിയതും അവർ ശ്രദ്ധിച്ചു. അതായത് ഡെന്നീസ് മരിച്ചു എന്നുള്ള രീതിയിലായിരുന്നു അവന്റെ സംസാരം മുഴുവൻ. ഉടനടി ലൂയിസ് കബല്ലാറോയെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. അവർ 737 നമ്പർ അപ്പാർട്ട്മെന്റിന് മുന്നിലെത്തിയപ്പോൾ ലൂയിസ് അകത്തുണ്ടായിരുന്നില്ല. പക്ഷേ അകത്തൊരു നായ കുരയ്ക്കുന്ന ശബ്ദം കേൾക്കാം. ജനാലയിലൂടെ നോക്കിയ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ ആ നായയെ കണ്ടു. നല്ല കറുത്ത നിറമുള്ള നായ. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു പോയിരുന്ന ലൂയിസ് കബല്ലാറോ തിരിച്ചെത്തി. അവനെയും കാത്ത് പോലീസ് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ ഡെന്നീസിനോടുള്ള തന്റെ അനിഷ്ടം തുറന്നു പറഞ്ഞ ലൂയിസ് അവളെ ഒരു അഹങ്കാരിയായ സ്ത്രീയായിട്ടാണ് വിശേഷിപ്പിച്ചത്. പക്ഷേ ഡെന്നീസിന്റെ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ല എന്നും അവളെ കാണുമ്പോൾ ഹലോ പറയാറുണ്ട് എന്നതല്ലാതെ തനിക്ക് അവളുമായി മറ്റൊരു ബന്ധവുമില്ല എന്നും അവൻ വെളിപ്പെടുത്തി. ലൂയിസിന്റെ മൊഴികളൊന്നും വിശ്വാസത്തിലെടുക്കാതിരുന്ന പോലീസ് അവനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തിയതോടെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയായിരുന്ന ലൂയിസ് ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണ്. ലാൻഡ് ഫോണിൽ നിന്നും നിരവധി സ്ത്രീകളുമായി സെക്സ് ടോക്ക് നടത്തിയതിലൂടെ മാത്രം $6000 ഫോൺ ബില്ലാണ് അവന് അടയ്ക്കാനുണ്ടായിരുന്നത്. ലൂയിസിന്റെ അലമാറയ്ക്കകത്ത് അശ്ലീല ബുക്കുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. മാസങ്ങളായി വീട്ടുവാടക നൽകുന്നതിൽ വീഴ്ച വരുത്തിയിരുന്നതിനാൽ എപ്പോൾ വേണമെങ്കിലും അവനെ ആ അപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്താക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെ സെർച്ച് വാറണ്ട് ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ആ അപ്പാർട്ട്മെന്റ് വിശദമായി പരിശോധിച്ചതോടെ കൂടുതൽ തെളിവുകൾ മറനീക്കി പുറത്തു വന്നു. ആ അപ്പാർട്ട്മെന്റിനകത്ത് ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. അതിൽ വളർത്തിയിരുന്നത് മീനുകളെയായിരുന്നില്ല, പകരം ഒരു പാമ്പിനെയായിരുന്നു. വീടുകളിൽ പെറ്റ് അനിമലായി വളർത്താറുള്ള ഒരു തരം പാമ്പിനെ. ആ അക്വേറിയത്തിന്റെ അടിയിൽ 2 പാടുകൾ കാണാമായിരുന്നു. അതായത് അവിടെയുണ്ടായിരുന്ന ഹീറ്റ് റോക്കുകൾ എടുത്തു മാറ്റിയതിന്റെ പാടായിരുന്നു അത്. ആ ഹീറ്റ് റോക്കുകളാണ് ഡെന്നീസിന്റെ ഡെഡ് ബോഡിയിൽ നിന്നും കണ്ടെത്തിയത്. ലൂയിസിന്റെ അലമാറയിൽ ഉണ്ടായിരുന്ന ഒരു ജോഡി ഷൂസിൽ നിന്നും ഷൂ ലേസുകൾ മിസ്സിംഗ് ആണ്. അതുപോലെ ബെഡ്റൂമിലെ കാർപ്പറ്റിൽ നിന്നും ബ്ലഡ് സ്റ്റെയിൻസും കണ്ടെത്തി. ഡെന്നീസ് ഒരിക്കലും തന്റെ അപ്പാർട്ട്മെന്റിനുള്ളിൽ വന്നിട്ടില്ല എന്നുള്ളതായിരുന്നു ലൂയിസിന്റെ മൊഴി. എന്നാൽ അവിടെയുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സിന്റെ അടിയിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു ജിം മെമ്പർഷിപ്പ് കാർഡ് ലഭിച്ചു. അതിലെ പേര് ഡെന്നീസ് ഓനീലിന്റെ ആയിരുന്നു. ഇതിനെല്ലാം പുറമെ ഡെന്നീസിന്റെ കാറിൽ നിന്നും കണ്ടെത്തിയ ഫിംഗർ പ്രിന്റ്സിൽ ലൂയിസ് കബല്ലാറോയുടെ ഫിംഗർ പ്രിന്റ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഡെന്നീസിന്റെ കൊലപാതകത്തിൽ ലൂയിസിന് പങ്കുണ്ട് എന്നുള്ളതിന്റെ എല്ലാ തെളിവുകളും പോലീസ് നിരത്തിയതോടെ ലൂയിസ് ചില വെളിപ്പെടുത്തലുകൾ നടത്തി. യഥാർത്ഥ കൊലയാളി താനല്ല എന്നും തന്റെ ഫ്രണ്ട് ഐസക് ബ്രൗൺ ആണ് എന്നും ഇടയ്ക്കിടെ തന്റെ അപ്പാർട്ട്മെന്റ് സന്ദർശിക്കാറുള്ള ഐസക് ബ്രൗൺ ഡെന്നീസിന് വളരെ കാലമായി നോട്ടമിട്ടിരുന്നു എന്നും പറ്റിയൊരവസരം ലഭിച്ചപ്പോൾ അവൻ ഡെന്നീസിനെ തന്റെ അപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന് റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയെന്നുമായിരുന്നു ലൂയിസിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഉടനടി പോലീസ് ഐസക് ബ്രൗണിനെ അറസ്റ്റ് ചെയ്തു. 19 വയസ്സ് മാത്രം പ്രായമുള്ള ഐസക് ബ്രൗൺ യാതൊരു ക്രിമിനൽ പശ്ചാത്തലവുമില്ലാത്ത വ്യക്തിയാണ്. അതിനാൽ ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ തന്നെ ഭയന്നു വിറച്ച ഐസക് കുറ്റസമ്മതം നടത്തി. ഡെന്നീസിനെ ലൈംഗിക പീഡനത്തിനിരയാക്കിയതും അവളെ കൊലപ്പെടുത്തിയതും താനല്ല. എല്ലാം ചെയ്തത് ലൂയിസ് കബല്ലാറോ തനിച്ചാണ്. ലൈംഗിക താല്പര്യത്തിന് പുറമെ ഡെന്നീസിന്റെ കൈവശമുണ്ടായിരുന്ന പണം തട്ടിയെടുക്കാനും ലൂയിസിന് പ്ലാൻ ഉണ്ടായിരുന്നു. നിവർത്തികേടുകൊണ്ട് ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാൻ തനിക്ക് കൂട്ടുനിൽക്കേണ്ടി വന്നതാണ്. ഇതായിരുന്നു ഐസക് ബ്രൗണിന്റെ വെളിപ്പെടുത്തൽ. കുറെ മാസങ്ങളായി ഡെന്നീസിന്റെ വീട് കൊള്ളയടിക്കാൻ ലൂയിസ് നടത്തിയ പ്ലാനിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ കൊലപാതകം നടന്നത് എന്ന് പിന്നീടുള്ള അന്വേഷണത്തിൽ നിന്നും വ്യക്തമായി. പ്രതികൾ 2 പേരും പരസ്പരം പഴിചാരിക്കൊണ്ടുള്ള കുറ്റസമ്മതമാണ് നടത്തിയതെങ്കിലും 2 പേർക്കും ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ ലഭിച്ച ഫോറൻസിക് എവിഡൻസുകൾ തന്നെ ധാരാളമായിരുന്നു. ഡെന്നീസിന്റെ കാറിൽ നിന്നും കണ്ടെത്തിയ ഫിംഗർ പ്രിന്റ്സിൽ ഐസക് ബ്രൗണിന്റെ പ്രിന്റും ഉണ്ടായിരുന്നു. ഡെഡ് ബോഡി കനാലിൽ ഉപേക്ഷിച്ച് തിരിച്ചു വരുന്ന വഴി പ്രതികൾ ഒരു റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് വിവരം ലഭിച്ചിരുന്നു.
ആ റെസ്റ്റോറൻറ്റിൽ നേരിട്ട് ചെന്ന് നടത്തിയ അന്വേഷണത്തിൽ അന്ന് ഭക്ഷണം കഴിക്കാൻ ലൂയിസിൻ്റെയും ഐസക്കിൻ്റെയും കൂടെ മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിച്ചത്. അതായത് പ്രതികൾ 2 പേരല്ല, 3 പേരാണ്. എന്നാൽ മൂന്നാമൻ്റെ പേര് വെളിപ്പെടുത്താൻ ലൂയിസോ ഐസക് ബ്രൗണോ തയ്യാറായില്ല. കേസ് അന്വേഷണത്തെ സങ്കീർണമാക്കാനും പരമാവധി നീട്ടിക്കൊണ്ടുപോവാനുമാണ് പ്രതികൾ ശ്രമിച്ചത്. എന്നാൽ ഡെനീസിന്റെ കാറിൽ മൂന്നാമൻ്റെയും ഫിംഗർ പ്രിന്റ്സ് ഉണ്ടായിരുന്നതിനാൽ പോലീസുകാർക്ക് കാര്യങ്ങൾ എളുപ്പമായി. പോലീസിന്റെ ഫിംഗർ പ്രിന്റ് ഡാറ്റാബേസിലുള്ള റോബർട്ട് മെസ്സറിന്റെ ഫിംഗർ പ്രിന്റുമായാണ് അത് മാച്ചായത്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഒരു കാർ മോഷണ കേസിൽ റോബർട്ട് മെസ്സർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് അയാളുടെ ഫിംഗർ പ്രിന്റ് പോലീസിന്റെ ഡാറ്റാബേസിൽ വന്നത്. അങ്ങനെ 20 വയസ്സുള്ള റോബർട്ട് മെസ്സറും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രതികൾ 3 പേരും 21 വയസ്സിനുള്ളിലുള്ളവരാണ്. 3 പേർക്കെതിരെയും ഫസ്റ്റ് ഡിഗ്രി കൊലപാതകത്തിന് കുറ്റം ചുമത്തിയെങ്കിലും DNA ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ലൂയിസ് കബല്ലാറോയ്ക്ക് മാത്രമേ ലൈംഗികാതിക്രമവുമായി ബന്ധമുള്ളൂ എന്ന് വ്യക്തമായി. ഫോറൻസിക് തെളിവുകളുടെയും പ്രതികളുടെ കുറ്റസമ്മതമൊഴികളുടെയും അടിസ്ഥാനത്തിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 1995 ജൂലൈ 14 ഈവനിങ്ങോടെയാണ് ഡെനീസ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അവളെ ഒന്ന് തനിച്ചു കിട്ടാനായി ലൂയിസ് കബല്ലാറോ വളരെ കാലമായി കാത്തിരിക്കുകയായിരുന്നു. അന്ന് ഐസക് ബ്രൗണും ലൂയിസിന്റെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. അന്ന് ഡെനീസ് ലോണ്ടറി റൂമിൽ പോയി തുണികൾ അലക്കിയതിനു ശേഷം തന്റെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറാൻ തുടങ്ങുകയായിരുന്നു. കോറിഡോറിൽ ആരുമില്ലാത്ത അവസരം മുതലെടുത്ത ലൂയിസ് അവളെ പുറകിൽ നിന്നും കയറി പിടിക്കുകയും തന്റെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഐസക് ബ്രൗൺ അവളുടെ വായ തുണി കൊണ്ട് മൂടിക്കെട്ടി. ശേഷം ലൂയിസ് അവളുടെ ATM കാർഡ് കരസ്ഥമാക്കുകയും പിൻ നമ്പർ വെളിപ്പെടുത്താൻ നിർബന്ധിച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. വേറെ നിവൃത്തിയില്ലാതെ വന്നതോടെ ഡെനീസിന് പിൻ നമ്പർ പറഞ്ഞു കൊടുക്കേണ്ടതായി വന്നു. അപ്പോൾ തന്നെ ലൂയിസ് പണമെടുക്കാനായി പുറത്തേക്ക് പോയി. ഈ സമയം ഐസക്കായിരുന്നു ഡെനീസ് രക്ഷപ്പെടാതിരിക്കാൻ കാവൽ നിന്നത്. ATMിൽ നിന്നും $700 പിൻവലിച്ച ലൂയിസ് തിരിച്ചു വരുന്ന വഴിക്കാണ് റോബർട്ട് മെസ്സറിനെ കൂടെ കൂട്ടിയത്. ലൂയിസിന്റെ അപ്പാർട്ട്മെന്റിൽ താൻ ഉണ്ടായിരുന്നു എന്ന് പോലീസിനെ വിശ്വസിപ്പിക്കാൻ ഡെനീസ് തന്റെ ജിം മെമ്പർഷിപ്പ് കാർഡ് ഒരു കാർഡ്ബോർഡ് ബോക്സിനടിയിൽ ഒളിപ്പിച്ചതായിരിക്കണം. റോബർട്ടുമായി തിരിച്ചെത്തിയ ലൂയിസ് അവന്റെ ലൈംഗിക വൈകൃതങ്ങളെല്ലാം പുറത്തെടുത്തു. അവൻ മണിക്കൂറുകളോളം ഡെനീസിനെ ലൈംഗികമായി പീഡിപ്പിച്ചു. ഇനി അവളെ ജീവനോടെ പുറത്തുവിട്ടാൽ താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ ലൂയിസ് കബല്ലാറോ റോബർട്ടിന്റെയും ഐസക് ബ്രൗണിന്റെയും സഹായത്തോടെ ഡെനീസിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും പാതിരാത്രിയോടെ ഡെഡ് ബോഡി അവളുടെ കാറിൽ തന്നെ കയറ്റി ഒരു കനാലിൽ കൊണ്ട് ഉപേക്ഷിക്കുകയുമായിരുന്നു. മാസങ്ങളോളം നീണ്ടുനിന്ന വിചാരണ നടപടികൾക്ക് ശേഷം കേസിൽ ശിക്ഷ വിധിച്ചു. ഐസക് ബ്രൗണിനും റോബർട്ട് മെസ്സറിനും ജീവപര്യന്തം തടവും ലൂയിസ് കബല്ലാറോയ്ക്ക് വധശിക്ഷയുമാണ് വിധിച്ചത്. വർഷങ്ങളോളം ഈ വധശിക്ഷ നടപ്പിലായില്ലെങ്കിലും 2013 ക്യാൻസർ ബാധിതനായ ലൂയിസ് ജയിലിനകത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.